ബോൾ 90 മിനിറ്റ് കയ്യിൽ വെച്ചും കൊണ്ട് ഗോളാവില്ല. ഹായ് ഗൈസ്, നമ്മൾ ഈ വേൾഡ് കപ്പ് തുടങ്ങിയിട്ട് ഒരുപാട് ഡ്രോ കണ്ടു. വമ്പൻ ടീമുകളായിട്ടുള്ള ബ്രസീലും സ്പെയിൻ അടക്കം ഡ്രോ ആയി. ഇത്തരം ടീമുകൾ ഡ്രോ ആയിട്ടും ഒരു ടീം ഡ്രോ ആയപ്പോൾ ഒരൊറ്റ ആൾക്ക് മാത്രം കുറ്റം മൊത്തം ചുരുങ്ങി. ഞങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ, ക്രിസ്ത്യാനോ റൊണാൾഡോ. എന്നാൽ ഈ കളി കണ്ടവർക്ക് മനസ്സിലാവും കളിയിൽ എന്താ സംഭവിച്ചത് എന്നുള്ളത്. ക്രിസ്ത്യാനോ റൊണാൾഡോ വളരെ പോസിറ്റീവായിട്ടാണ് കളി കളിച്ചത്. ഒരു ബോളും ഡിസ്പോസസ്ഡ് ആയിട്ടില്ല. ഇനീഷ്യേറ്റ് ചെയ്തായിരുന്നു പല മുന്നേറ്റങ്ങളും. ഈവൻ ദോ വേൾഡ് ബെസ്റ്റ് മിഡ്ഫീൽഡ് എന്ന് പോർച്ചുഗൽ ഫാൻസ് അഹങ്കരിക്കുന്ന മിഡ്ഫീൽഡേഴ്സ് ഉണ്ടായിട്ടടക്കം അവർ ക്രിയേറ്റ് ചെയ്ത ചാൻസസ് വളരെ ഫ്യൂ ആയിരുന്നു. പ്രീമിയർ ലീഗ് ബെസ്റ്റ് പ്ലെയർ ആയിട്ടുള്ള ബ്രൂണോ ഫെർണാണ്ടസ് ക്രിയേറ്റ് ചെയ്തത് 90 മിനിറ്റ്സിന് ശേഷം ഒരു ചാൻസ്. ഇപ്പോൾ ലെഫ്റ്റ് ഫൂട്ടഡ് ആയിട്ടുള്ള ലെഫ്റ്റ് വിങ്ങർ ഇറങ്ങിയത് കാരണം ന്യൂനോ മെൻഡസിനെ നമ്മൾ വല്ലാതെ അറ്റാക്കിംഗ് ഫ്രണ്ടിൽ കണ്ടില്ല. വളരെ ബാക്കിൽ നിന്നുകൊണ്ടാണ് കളിക്കുന്നത് കണ്ടത്. മേ ബി അത് ടാക്ടിക്സ് ആയിരിക്കാം. അത് വർക്കൗട്ട് ആയില്ല. ലെഫ്റ്റ് വിങ്ങിൽ സ്പെഷ്യലിസ്റ്റ് ലെഫ്റ്റ് വിങ്ങേഴ്സ് ആയിട്ടുള്ള വേറെ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ന്യൂനോ മെൻഡസിന്റെ അറ്റാക്കിംഗ് കേപ്പബിലിറ്റീസിനെ പോർച്ചുഗൽ അറ്റാക്കിംഗ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. പോർച്ചുഗലിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് മിഡ്ഫീൽഡ് ആണെങ്കിൽ മിഡ്ഫീൽഡ് അവർക്ക് കിട്ടുന്ന ബോളിനെ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും. ആ ബോൾ 90 മിനിറ്റ് കയ്യിൽ വെച്ചും കൊണ്ട് ഗോളാവില്ല. ഈവൻ ഇനി നെക്സ്റ്റ് മാച്ചിൽ ഫസ്റ്റ് 11 ഗൊൺസാലോ റാമോസോ ജോ ഫെലിക്സോ അങ്ങനെ ഏത് അറ്റാക്കിംഗ് ഓപ്ഷനെ വെച്ച് പോർച്ചുഗൽ ഇറങ്ങുകയാണെങ്കിലും സെയിം ഫുട്ബോളാണ് പോർച്ചുഗൽ കളിക്കാൻ പോകുന്നതെങ്കിൽ ഒരു മാറ്റം ഉണ്ടാകാൻ പോകില്ല. ഏത് ടീമാണെങ്കിലും, ലോ ബ്ലോക്ക് കളിക്കുന്ന ടീമാണെങ്കിലും ഹൈലൈൻ കളിക്കുന്ന ടീമാണെങ്കിലും പോർച്ചുഗലിന് ഒന്നും നേടാൻ കഴിയില്ല.